കൊച്ചിയിൽ നടന്ന കോൺഗ്രസ് മഹാപഞ്ചായത്ത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ഊർജ്ജമാണ് പകർന്നു നൽകിയത്. എന്നാൽ ആവേശകരമായ ആ ജനസഞ്ചയത്തെയും പാർട്ടിയുടെ ഐക്യപ്രഖ്യാപനത്തെയും ചർച്ചയാക്കുന്നതിനു പകരം ചില മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും തിരക്കിട്ട് തിരയുന്നത് വേദിയിലെ ചെറിയ ക്രമീകരണങ്ങളിലെ പോരായ്മകളാണ്. രാഹുൽ ഗാന്ധി പങ്കെടുത്ത ഒരു മഹാസംഗമത്തെ വിവാദങ്ങളുടെ നിഴലിൽ നിർത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് വേണം കരുതാൻ. പ്രധാനമായും 4 നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് ഈ വിവാദങ്ങൾ പുകയുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ, രമേശ് ചെന്നിത്തല, ശശി തരൂർ എന്നിവരെ അപമാനിച്ചുവെന്നും കെ.സി. വേണുഗോപാലിനെ മാത്രം ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചുവെന്നുമാണ് ചിലരുടെ കണ്ടെത്തൽ. എന്നാൽ വസ്തുതകൾ പരിശോധിച്ചാൽ ഇതിലെല്ലാം കൃത്യമായ മറുപടിയുണ്ട്. ആദ്യത്തെ ആരോപണം വി.ഡി. സതീശനെ രാഹുൽ ഗാന്ധിയുടെ കാറിൽ കയറ്റിയില്ല എന്നതാണ്. ഇതൊരു വിവേചനമായി കാണുന്നത് രാഷ്ട്രീയ അപക്വതയാണ്. AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ.സി. വേണുഗോപാലിനും രാഹുൽ ഗാന്ധിക്കും ദേശീയ സുരക്ഷാ പ്രോട്ടോകോളുകൾ ബാധകമാണ്. SPG സുരക്ഷയുള്ള ഒരു നേതാവിന്റെ വാഹന സൗകര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച ക്രമീകരണങ്ങൾ അനുസരിച്ചാണ് നീങ്ങുന്നത്. മാത്രമല്ല, പരിപാടിയുടെ മുഖ്യ സംഘാടകനായ വി.ഡി. സതീശനെ പോലെയുള്ള ഒരു നേതാവ് സദസ്സിലെയും വേദിയിലെയും മറ്റു ക്രമീകരണങ്ങൾ നിയന്ത്രിക്കാൻ മുൻപേ എത്തേണ്ടതുണ്ട്. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു നേതാവ് തന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിനെയാണ് ഇവിടെ അവഗണനയായി ചിത്രീകരിച്ചിരിക്കുന്നത്. കെ. സുധാകരനെ കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകളും അർത്ഥശൂന്യമാണ്. കെ.പി.സി.സി പ്രസിഡന്റ് എന്ന നിലയിലുള്ള പ്രോട്ടോകോളും ബഹുമാനവും രാഹുൽ ഗാന്ധി എന്നും അദ്ദേഹത്തിന് നൽകാറുണ്ട്. വേദിയിൽ തന്നോടൊപ്പം ഇരുത്തി സംസാരിക്കുകയും ചേർത്തുപിടിക്കുകയും ചെയ്ത ശേഷം പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായി ഒരു ചെറിയ സ്ഥാനമാറ്റം മാത്രമായിരുന്നു അത്. ഇതിനെ ഒരു ഈഗോ പ്രശ്നമായി വളച്ചൊടിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ചിലരുടെ ഗൂഢാലോചനയാണ്. ശശി തരൂരിന്റെ കാര്യമെടുത്താൽ രാഹുൽ ഗാന്ധി എത്തുന്നതിന് മുൻപേ അദ്ദേഹത്തെ പ്രസംഗിപ്പിച്ചു എന്നതാണ് പരാതി. സത്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ശ്രദ്ധയോടെ ഇരുത്തുന്ന സമയത്ത് തന്നെ തരൂരിനെ പോലുള്ള ഒരു പണ്ഡിതനായ നേതാവിന്റെ വാക്കുകൾ പ്രവർത്തകരിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു സംഘാടകരുടെ ലക്ഷ്യം. തരൂർ BJPയിലേക്ക് പോകുന്നുവെന്ന് മുൻപ് വ്യാജ വാർത്തകൾ പടച്ചവർക്ക് അദ്ദേഹം ഔദ്യോഗിക വേദിയിൽ ആവേശമായി മാറുന്നത് കണ്ടപ്പോൾ ഉണ്ടായ അസ്വസ്ഥതയാണ് ഈ അവഗണന ആരോപണത്തിന് പിന്നിൽ. സീനിയോറിറ്റി മറികടന്ന് അടൂർ പ്രകാശിന് ശേഷം രമേശ് ചെന്നിത്തലയെ വിളിച്ചുവെന്നതിലും രാഷ്ട്രീയമായ വ്യക്തതയുണ്ട്. പ്രസംഗങ്ങളുടെ ക്രമം എപ്പോഴും സീനിയോറിറ്റി മാത്രം നോക്കിയല്ല നിശ്ചയിക്കുന്നത്. സദസ്സിനെ അവസാനം വരെ ആവേശത്തിൽ നിലനിർത്താൻ ചെന്നിത്തലയെ പോലൊരു മുതിർന്ന നേതാവ് ഒടുവിൽ സംസാരിക്കുന്നത് തന്ത്രപരമായ നീക്കമാണ്. പാർട്ടിയുടെ ഐക്യ സന്ദേശം ഏറ്റവും ഗൗരവത്തോടെ നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് തന്നെയാണ് അതിന്റെ വിജയം. ഇതിനെയെല്ലാം കെ.സി. വേണുഗോപാലിനെ കേരളത്തിന്റെ അമരക്കാരനായി വാഴിക്കാനുള്ള നീക്കമായി കാണുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം തന്റെ ചുമതലകൾ നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എല്ലാ നേതാക്കളെയും ഒരേ ചരടിൽ കോർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഹൈക്കമാൻഡ് ശ്രമങ്ങളെ വ്യക്തിപരമായ താൽപര്യങ്ങളായി വ്യാഖ്യാനിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. ചുരുക്കത്തിൽ കൊച്ചിയിലെ മഹാപഞ്ചായത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം എത്രത്തോളം സജ്ജമാണ് എന്നതിന്റെ തെളിവായിരുന്നു. ചെറിയ ക്രമീകരണങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ച് പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. വരാനിരിക്കുന്ന പോരാട്ടങ്ങളിൽ ഒറ്റക്കെട്ടായി നീങ്ങാൻ തീരുമാനിച്ച ഒരു ടീമാണ് ഇന്നത്തെ കോൺഗ്രസ്. അനാവശ്യമായ ഇത്തരം കുത്തിത്തിരിപ്പുകൾ കൊണ്ട് ആ ഐക്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന് കൊച്ചിയിലെ ജനസാഗരം തെളിയിച്ചു കഴിഞ്ഞു.